ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് അരമണിക്കൂറെങ്കിലും നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്ന് നോക്കാം. നമുക്കറിയാറുണ്ട് രാവിലെ ചിലരൊക്കെ നടക്കുന്നത് കാണാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ നടക്കുന്നതെന്ന്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അധികം വെറുപ്പിക്കാണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന്. എന്താണെന്ന് വെച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരു അരമണിക്കൂർ നടക്കാമെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ വിഷാദ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനും കൂടി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ സ്തനങ്ങളിൽ കുടലുകളിലൊക്കെയുള്ള ക്യാൻസറുകളൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കാനും നല്ലതാണ് അരമണിക്കൂറൊക്കെ നടക്കുകയെന്ന് വെച്ചാൽ. പിന്നെയെന്ന് വെച്ചാൽ ഹൃദയാഘാതം, പക്ഷാഘാതം, പ്രമേഹം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം എന്നിവയൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കൂട്ടും. അതുവഴി നമുക്ക് ഓർമ്മശക്തി കുറച്ചും കൂടി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചാൽ സെറട്ടോണിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നത് വഴിയിട്ട് നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം, സുഖം ഒക്കെ കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത കൂട്ടുമ്പം നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കുമ്പം HDL കൊളസ്ട്രോളിനെ കൂട്ടുന്നു. HDL കൊളസ്ട്രോൾ കൂട്ടിയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൃദയത്തിനെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ് HDL കൊളസ്ട്രോൾ. അപ്പം അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം അരമണിക്കൂറെങ്കിലും രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അത് വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.